ഒരു രക്ഷയില്ല കേട്ടോ. ഫോഗ് അങ്ങനെ ഗായ്സ്, തെങ്കാശി മുടങ്ങിപ്പോയ യാത്ര ഇന്ന് നമ്മൾ പോവുകയാണ്. ഈ കിടക്കുന്ന ചെന്നൈ എഗ്മോറിലാണ് പോകുന്നത്. 22924 ആണ് ഇതിൻ്റെ ലോക്കോ നമ്പർ. ഈ കിടക്കുന്ന ചെന്നൈ എഗ്മോറിൽ നമ്മൾ തെങ്കാശിയിൽ പോവുകയാണ്. കൊല്ലം എക്സ്പ്രസ് ആണ് കേട്ടോ ഇത്. കൊല്ലം എക്സ്പ്രസ് ആണ്. അപ്പോൾ ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഈ ട്രെയിൻ അങ്ങോട്ട് 16101 ആണ് നമ്പർ. അങ്ങോട്ട് 16102ഉം ഇങ്ങോട്ട് 16101 നമ്പർ വരുന്നത്. നമ്പർ വേണ്ട. കൊല്ലം എക്സ്പ്രസ് ചെന്നൈ എഗ്മോർ എൻ്റെ നമ്പർ വേണ്ട. 16101 ഇങ്ങോട്ടും 16102 അങ്ങോട്ടും നമ്പർ അങ്ങനെയാണ് വരുന്നത്. ലോക്കോ ഇപ്പം കണക്റ്റ് ആയതേ ഉള്ളൂ. കറക്റ്റ് 12 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് എടുക്കും. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടിട്ടൊക്കെയാണ് കേട്ടോ. പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയാണ് കിടക്കുന്നത്. കൃത്യം 12:01 ഇവിടുന്ന് ട്രെയിൻ എടുത്തായിരുന്നു കേട്ടോ. കൊല്ലം വിട്ടിട്ടുണ്ട്. തെങ്കാശിയിലോട്ട് പോകുന്ന ട്രെയിൻ 12:01 എടുത്തായിരുന്നു. തെങ്കാശിയിലുള്ളത് ചെന്നൈ എഗ്മോറാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തത് തെങ്കാശിയിലോട്ടാണ്. കറക്റ്റ് ടൈമാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് പോകണ വഴിക്ക് ലേറ്റ് ആവായിരുന്നാൽ മതി. എവിടെയെങ്കിലും പിടിച്ചിട്ട് കഴിഞ്ഞാൽ ലേറ്റാവും. അപ്പോൾ കൊല്ലം ജംഗ്ഷൻ. കൊല്ലത്തിന് ടാറ്റ. ഇവിടെ നല്ല ഒരു വളവ് വരുന്ന സ്ഥലമാണ് കേട്ടോ. അതാണ് ഇവിടെ ട്രെയിൻ സ്പീഡ് കുറയുന്നത്. നല്ല വളവാണ്. കേരളത്തിൽ വളവ് കൂടുതലാണ്. ഈ സ്ട്രെയിറ്റ് ലൈന് കുറവാണ്. കേരളത്തിൽ വളവും തിരിവൊക്കെ വളരെ കൂടുതലാണ് കേട്ടോ. ഇവിടെ വളരെ സ്പീഡ് കുറച്ചേ പോവുള്ളൂ. കാരണം വളവാണ്. മണിച്ചിത്തോട് എന്നാണ് ഈ തോട്ടിൻ്റെ പേര് കേട്ടോ. നേരെ കാണുന്നത് എറണാകുളം റൂട്ടാണ് കേട്ടോ. ഇത് ഇവിടുന്ന് വലത്തോട്ടുള്ള റൂട്ടാണ് തെങ്കാശി പോകുന്നത്. റൂട്ട് മാറുന്നതുണ്ട്. ഈ റൂട്ട് എറണാകുളം പോകുന്ന റൂട്ടാണ്. റൂട്ട് മാറി. എറണാകുളം റൂട്ട് അങ്ങോട്ടാണ്. അവിടെ നിന്ന് ട്രെയിൻ റൂട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എറണാകുളം റൂട്ടിന് വിടാം. ഈ റൂട്ട് സിംഗിൾ ലൈനാണ് കേട്ടോ. സിംഗിൾ ലൈനായിട്ടാണ് ഈ റൂട്ട് ഓടുന്നത്. കിളിക്കല്ലൂർ റെയിൽവേ സ്റ്റേഷൻ സ്കിപ്പ് ചെയ്യാണ്. സിംഗിൾ ലൈനാണ്. ഇവിടെ സ്റ്റോപ്പില്ല. കിളിക്കല്ലൂരാണ് ഈ റെയിൽവേ സ്റ്റേഷൻ.
തമിഴ്നാട്ടിലും തമിഴ്നാട്ടിൻ്റെ അതിർത്തി പ്രദേശങ്ങളിലും എല്ലാം ഭയങ്കര പച്ചപ്പാണ്. അതോടൊപ്പം തന്നെ വാഴയും തെങ്ങും കവുങ്ങും കൃഷിയും എല്ലാം കൂടുതലാണ്. നാഗർകോവിൽ പരിസരത്തും ഈ തെങ്കാശി റൂട്ടിലും എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് കാഴ്ച. പച്ചപ്പും അതോടൊപ്പം തന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ. സ്ഥലങ്ങളെല്ലാം കൃഷിയാണ്. ചുമ്മാ വെട്ടിക്കുട്ടി കോൺക്രീറ്റ് വിട്ട് വീടും കെട്ടി അത് മഴ വരുമ്പോൾ തലയിൽ ഇടിഞ്ഞു വീഴുന്ന രീതിയിലല്ല അവർ ചെയ്യുന്നത്. വളരെ ഐഡിയപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ മഴ പെയ്താൽ വെള്ളത്തിന് പോകാൻ സ്ഥലമുണ്ട്, വെള്ളപ്പൊക്കം ഉണ്ടാകത്തില്ല, പ്രളയം ഉണ്ടാകത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള നിർമ്മാണങ്ങൾ മാത്രമേ ഇവിടങ്ങളിലൊക്കെ ഉള്ളൂ. പ്രകൃതിയെ അനുകൂലിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. അതിർത്തി ഗ്രാമങ്ങളിലൊക്കെ പോയി നോക്കിയാൽ കാണാം. നാഗർകോവിലിൽ ട്രെയിനിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്കത് നേരിട്ട് മനസ്സിലാക്കാവുന്ന ഒരു കാഴ്ചയാണ്. പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ്. പുനലൂരിലാണ് വണ്ടി നിർത്താൻ പോകുന്ന. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ. മധുരൈ പുനലൂർ എക്സ്പ്രസ് ആണ് ഇത്. ഇവിടെ നിന്ന് തിരിച്ചു പോകുന്ന ട്രെയിനാണെന്നാണ് തോന്നുന്നത്. ഇത് ഈ നിലമ്പൂർ രാജറാണി പോലെ ഇവിടെ നിന്ന് തിരിച്ച് മധുരയിലോട്ട് പോകുന്ന ട്രെയിനാണ്. ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ രാത്രിയായിരിക്കും തിരിച്ചു പോകുന്നത്, അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. രാജറാണി അങ്ങനെയാണ്. രാവിലെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ രാത്രിയിൽ ഇങ്ങോട്ടുള്ളൂ. മധുരൈ പുനലൂർ എക്സ്പ്രസ് ആണ്. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഷട്ടറെല്ലാം അടച്ച് പാർക്ക് ചെയ്തിരിക്കുകയാണ്. പുനലൂർ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിൽ ലോക്കൽ ബോഗി കൂടുതലാണ് കേട്ടോ. ഈ ട്രെയിനിൽ ലോക്കൽ കൂടുതലാണ്. AC-യും സ്ലീപ്പറും കുറച്ചേ ഉള്ളൂ. കൃത്യം 1:04 ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. 1:04 പുനലൂരിൽ നിന്ന് 1:04 വണ്ടി വിട്ട്. ഇത് അപ്പുറത്ത് കിടക്കുന്നത് മധുരൈ എക്സ്പ്രസ്സാണ്. മധുരൈ പുനലൂർ എക്സ്പ്രസ്സാണ്. രാത്രി ഇവിടുന്ന് മധുരയ്ക്ക് പോകുന്ന വണ്ടിയാണത്. ഇങ്ങോട്ട് വരുമ്പോൾ സിംഗിൾ ട്രാക്ക് ആണെങ്കിൽ ഇവിടെ 2-3 ട്രാക്കുണ്ട് കേട്ടോ. കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ സിംഗിൾ ട്രാക്കായിട്ട് മാറും. കറക്റ്റ് 1:04 ഇവിടുന്ന് വണ്ടി എടുത്തു. ഇതാണ് കല്ലട നദി. കല്ലട നദിയാണ്. പുനലൂർ റൂട്ടിലെ കല്ലട നദിയാണത്. പുറത്ത് നല്ല മഴക്കോളുണ്ട് കേട്ടോ. നല്ല മഴക്കോള് ഇങ്ങനെ കിടക്കുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ കുറച്ച് പെയ്തിട്ട് കാര്യമില്ല. നല്ല മഴ പെയ്യണം. എന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇങ്ങോട്ട്. തെങ്കാശി റൂട്ടിലോട്ട് ട്രെയിൻ കയറിയിട്ടുണ്ട്. താഴെ കണ്ടാവും തെന്മല ഡാമിൽ നിന്നുള്ള ഒരു ഒഴുക്കാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. തെന്മല ഡാമിൻ്റെ സ്പിൽവേയുടെ വെള്ളമാണ് ഈ പോകുന്നത്. മലനിരകളും കുന്നിൻ ചെരുവും എല്ലാം വളരെ വലിയ ഭംഗിയുള്ള കാഴ്ചയാണ് ഇവിടെ. ഇവിടെ ഒരു കാഴ്ചയ്ക്കും ഒരു കുറവുമില്ല. ബസ് പോകുന്ന റൂട്ടാണ് കേട്ടോ. തിരുവനന്തപുരം ബസ് ഈ താഴത്തെ റോഡിൽ കൂടെയാണ് തെന്മലയിലോട്ട് പോകുന്നത്. കുന്നിൻ ചരിവുകളാണ്. വളരെ സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടെ എത്ര പ്രളയമോ മഴയോ എന്ത് വന്നാലും ഇവിടെയൊന്നും ഒരു പ്രശ്നമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകൃതിയെ അവർ സംരക്ഷിച്ചാണ് ജീവിക്കുന്നത്. ഇവിടെ ആർക്കും പ്രകൃതിയെ ദ്രോഹിക്കണമെന്നോ വെട്ടി കൂട്ടി വയ്ക്കണമെന്നോ അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. അത്രയ്ക്കും നല്ല മനുഷ്യരാണ് ഇവിടെ താമസം.